നമസ്കാരം. നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസ് അട്ടിമറിച്ചത് ADGP അജിത് കുമാറാണെന്ന് തല്ല് കിട്ടിയവരും കോൺഗ്രസുമൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിരുന്നില്ല. എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ തല്ലിയതിന് തെളിവില്ലാതായ തരത്തിൽ പോലീസ് റിപ്പോർട്ട് മാറി മറിഞ്ഞതിന് പിന്നിൽ MR അജിത് കുമാർ ആണെന്ന് SITക്ക് മുന്നിൽ ADGPയുടെ ഓഫീസിലെ ഗ്രേഡ് SIമാർ തന്നെ തുറന്നു പറഞ്ഞെന്നാണ് വിവരങ്ങൾ. ആ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലും എത്തിയിട്ടുണ്ട്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചത് ഉദ്യോഗസ്ഥരോ അതോ ADGPയോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. LDF സർക്കാരിന് എന്നും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു MR അജിത് കുമാർ. വലിയ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെയും സംരക്ഷണത്തിന്റെ അദൃശ്യമായ കരങ്ങൾ അദ്ദേഹത്തിന് തുണയായിട്ടുണ്ട്. ആ അടുപ്പത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചയാൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ADGPയുടെ ഓഫീസ് വരെ എത്തിയ രക്ഷാപ്രവർത്തനത്തിലെ അന്വേഷണം ADGPയിലേക്ക് എത്തുമോ എന്നതാണ് സൂപ്പർ പ്രൈം ടൈം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, ഇടത് സഹയാത്രികൻ. ഈ വിഷയത്തിൽ CPM അവരുടെ പ്രതിനിധികളെ അയക്കാറില്ല. ഇടത് സഹയാത്രികൻ ശ്രീ രാജേഷ് ചിറപ്പാട്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഒപ്പം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ സുഭാഷ് ബാബു എന്നിവർ. ആദ്യം ശ്രീ ഹരീഷ് വാസുദേവൻ, ഈ വിഷയത്തെ നമുക്ക് രണ്ടായി കാണാം. ഒന്ന്, അന്ന് നവകേരള യാത്രക്കിടെ ക്രൂരമായ മർദ്ദനമേറ്റ തല്ലിച്ചതയ്ക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, എങ്ങനെയൊക്കെയാണ് സിസ്റ്റത്തിൽ അട്ടിമറി നടക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് ഇതിങ്ങനെ വായുവിൽ കേൾക്കാം എന്നതല്ലാതെ അതിന് തെളിവുകൾ കിട്ടാറില്ല. ഇതിപ്പോൾ ആദ്യമായി കോടതിക്ക് മുന്നിലേക്ക് ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് അവിടെ ജോലി ചെയ്തിരുന്ന 2 ഉദ്യോഗസ്ഥരുടെ മൊഴി സഹിതം എത്തുമ്പോൾ ഈ സിസ്റ്റത്തിലെ അട്ടിമറി അത് പുറത്തു വരുമോ, അതിൽ നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. അതിനുള്ള സാധ്യതകൾ അങ്ങ് എത്രത്തോളം കാണുന്നുണ്ട്? ഈ ക്രൈം നടക്കുമ്പോൾ കേരളത്തിൽ അത് അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യേണ്ട ഭരണ സംവിധാനമാണ് പോലീസ്. ഇന്ത്യയിലെമ്പാടും അതങ്ങനെയാണ്. അപ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കൊരു നിയമവും പോലീസിന് മറ്റൊരു നിയമവും എന്നാണ്. പലപ്പോഴും അങ്ങനെയാണ് നടക്കാറുള്ളത്. നമ്മളെ ഒരാൾ തല്ലിയാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പണ്ടൊക്കെ നടക്കാറില്ല, പക്ഷേ ഇപ്പോൾ ഒരു FIR ഇട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ പോലീസൊക്കെ കുറച്ചുകൂടെ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അതുകൊണ്ട് നമുക്കൊരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് മുഖം നോക്കാതെ ഒരു FIR ഇടണമെന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നടക്കും. പക്ഷേ ഒരു പോലീസുകാരനാണ് നമ്മളെ തല്ലിയതെങ്കിൽ, ഒരു പോലീസുകാരനാണ് നമ്മൾ പറയുന്ന പരാതിയുടെ മറുവശത്തെങ്കിൽ അത് സംഭവിക്കാറില്ല. അത് നിയമം 2 പേർക്കും വ്യത്യസ്തമല്ല, എന്നാലും അത് സംഭവിക്കാറില്ല. എന്തുകൊണ്ടാണ്? ആ പോലീസ് സ്റ്റേഷനിലെ SIയോ CIയോ അതിന് ചുമതലപ്പെട്ട SHO ഇത്തരം താല്പര്യങ്ങൾക്ക്, കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കരുത്, അവരെ സംരക്ഷിക്കണമെന്ന താല്പര്യത്തിൻ്റെ പുറത്ത് FIR ഇടാതിരിക്കും. കോടതിയിൽ പോയി നമ്മളൊരു ഓർഡർ വാങ്ങിച്ചാൽ ആ കേസിൽ മൊഴിയെടുക്കുന്നത് മുതൽ FIR ഇടുന്നത് മുതൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന പോലീസുകാർ ഈ താല്പര്യം, വർഗ താല്പര്യം കാണിക്കുകയും പലപ്പോഴും ഇവരെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് ഒരു പക്ഷേ പൊതു ലോകത്തിന് പുതിയ കാര്യമാണെങ്കിലും നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ നന്നായി അറിയാവുന്ന കാര്യമാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ വരുമ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള കേസുകളിൽ ഇത്തരം ഇടപെടലുകൾ നടത്തുകയും അതിൽ തെളിവുകൾ ഇല്ലാതാക്കുകയും നശിപ്പിക്കുകയും അല്ലെങ്കിൽ മൊഴിയെടുക്കുമ്പോൾ ട്വിസ്റ്റ് ചെയ്ത് മൊഴികൾ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസുകൾ ഇല്ലാതാവും. അപ്പോൾ കേസ് എടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു, എന്നാൽ കോടതിയിൽ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ കേസ് എഴുതാൻ നമ്മുടെ പോലീസിന് നന്നായിട്ട് അറിയാം. ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക, ചില വസ്തുതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. ഈ മൊഴി കൊടുക്കാൻ വരുന്ന ആളുകളെ ഇന്ന പോലെയല്ലേ നിങ്ങൾ പറയുന്നത്, ഇത് ഞങ്ങൾ ഈ എഴുതിയതാണ്, നിങ്ങൾ ഒപ്പിട്ട് തരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകളെ അവരുടെ മൊഴി, പോലീസുകാരുടെ മൊഴി ഇവരുടെ വായിൽ തിരികി ആ മൊഴിയാണെന്ന് എഴുതിയെടുത്ത് അവരെ കൊണ്ട് ഒപ്പിടിച്ച് വിടുന്ന ഒരു സ്ഥിതിയുണ്ട്. സാധാരണക്കാർക്ക് പോയി അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ പോലീസുകാരാൽ അട്ടിമറിക്കപ്പെടുന്ന, പോലീസുകാർ പ്രതിയായിട്ടുള്ള കേസുകൾ കേരളത്തിൽ നിരവധിയാണ്. ഈ അട്ടിമറി എങ്ങനെയാണ് നടക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SHO ഒരു കേസ് എടുക്കുമ്പോൾ ആ SHOയുടെ മുകളിൽ നേരിട്ട് ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഉത്തരവാദിത്വം പേർന്ന് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന DYSPയോ SPയോ മാത്രമാണ് അതിനകത്ത് നേരിട്ട് ഇടപെടാൻ പാടുള്ളത്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനെ മാറ്റുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പാടില്ല. ഗൈഡൻസ് മാത്രമാണ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് നൽകാൻ പറ്റുക. ഇവിടെ എടുത്ത FIRനകത്ത് തിരുത്തുകൾ വരുത്തണം.
മഹസർ തിരുത്തി എഴുതണം എന്ന നിലയ്ക്ക് ADGPയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള ഇടപെടൽ നടത്തി എന്നാണ് മൊഴികൾ. ശരിയോ തെറ്റോ അത് അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ താല്പര്യത്തോടു കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ ADGP മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ആളാണെന്ന് നമുക്കറിയാം. അത് ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല ശ്രീജ, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള നിരവധി കേസുകളിൽ എനിക്ക് നേരിട്ടറിയാം ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകളിൽ നേരിട്ട് ഇടപെടുകയും നേരിട്ട് ഇടപെടൽ നടത്തി അതിന് തിരുത്തൽ വരുത്തുകയും ചെയ്തു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ സിസ്റ്റം അത് കണ്ടുപിടിച്ച് അന്വേഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് കോടതിയിലെത്തി ഇവർ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അങ്ങനെ ഒരു ജനാധിപത്യത്തിലല്ല ജീവിക്കുന്നത്. ഈ കേസ് കുറച്ച് കഴിയുമ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറുകയും സർക്കാരിൻ്റെ തന്നെ ശ്രദ്ധയിൽ നിന്ന് മാറുകയും പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പ്രതിസ്ഥാനത്ത് വരുന്ന പോലീസുകാർ തന്നെ നിലവിലുള്ള സർക്കാരുമായി ചേർന്ന് അതിൽ സന്ധികൾ നടത്തുകയും ഇവർക്ക് മറയ്ക്കാനുള്ള സംഗതികൾ പോലീസുകാർ മറച്ചു കൊടുക്കുകയും പകരം ഞങ്ങൾക്ക് ഈ കേസ് ഒഴിവാക്കി തരണമെന്ന് പറയുകയും കോടതിയിൽ അവസാനം എത്തുമ്പോൾ വിചാരണയുടെ ഘട്ടം വരുമ്പോൾ സാക്ഷികൾ കൂറുമാറുകയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാതെ വരികയോ ചെയ്ത് ഇല്ലാതാവുകയും ചെയ്യും. ഞാനിതിൻ്റെ ക്രൈമിൻ്റെ മേഖലയെപ്പറ്റി മാത്രമല്ല പറയുന്നത്. ഇത് ക്രൈം ഒരു വശത്ത് നിൽക്കുന്നു. പോലീസിനകത്ത് നിൽക്കുന്ന ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ക്രൈമിനകത്ത് ഇടപെട്ട് തിരുത്തൽ വരുത്തുന്നു എന്ന ഒരു ആരോപണം വരുമ്പോൾ അവരെ സർവീസ് നടപടികളിൽ നിന്ന് വിധേയമാക്കി അവരെ മാറ്റി നിർത്തി അന്വേഷിച്ച് നടപടി സ്വീകരിക്കേണ്ട പോലീസ് സംവിധാനം അങ്ങനെ ചെയ്യാറില്ല. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അദ്ദേഹം മറ്റൊരു ADGP ആണ്, നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പുറത്തു വന്ന് നമ്മൾ കണ്ടു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണമോ നടപടിയോ ഇവർക്കെതിരെ ഉണ്ടാവാറില്ല. നമ്മുടെ ജോൺസൺ മാവുങ്കലിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ കേസിൽ ഇടപെട്ടയാളെ ഈ സർക്കാർ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പല്ലേ തിരിച്ചെടുത്തത്, അന്വേഷണം മാറ്റിയിട്ട്. അപ്പം പോലീസ് സേനയ്ക്കകത്ത് ഇത്തരം അട്ടിമറികൾ നടക്കുന്നത് ഈ കേസിനേക്കാൾ ഗൗരവമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനോ നിങ്ങളോ നാളെ ഒരു കേസുമായി പോയാൽ പോലീസുകാർ ഇതാണ് ചെയ്യുക എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഹരീഷ് പറയുന്നത് ഹരീഷിൻ്റെ നിയമവ്യവസ്ഥയിലുള്ള ഇടപെടലിൽ നിന്നുള്ള തൻ്റെ അനുഭവം വെച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പോലീസ് എന്നത് ഏത് സർക്കാർ വന്നാലും അത് വളരെ കെട്ടുറപ്പുള്ളൊരു സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഒരിക്കലും തങ്ങളിൽ ഒരാളെ ഏതെങ്കിലും രീതിയിൽ ചതിക്കാനോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന തരത്തിലൊരു നിലപാടെടുക്കാനോ ഒന്നും സാധാരണ രീതിയിൽ അവിടെ നിന്ന് എന്തെങ്കിലും വരുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അതിപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്തായാലും അങ്ങനെയാണ്. ഇപ്പോൾ ഹരീഷ് പറഞ്ഞു നിർത്തിയതുപോലെ എത്ര വലിയ ആരോപണം നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു സർക്കാർ കഴിയുമ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ അവിടെ തിരിച്ചു കയറുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ വീഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഒരു യാത്രയായിരുന്നു ആ നവകേരള യാത്ര. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്, അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഇന്ന് കോടതിക്ക് മുന്നിൽ വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ADGPയുടെ പേര് MR അജിത് കുമാർ എന്ന പേരില്ലാത്ത ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് പോയിട്ടുള്ളത്. നിലവിൽ അത് മൊഴിയുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയുന്നു. ഇതിൽ ADGP MR അജിത് കുമാർ എന്ന വ്യക്തി, നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര ആരോപണങ്ങൾ വന്നു, അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് പോകും, മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഈ പോലീസ് സംവിധാനത്തിനുള്ളിൽ നിന്ന് സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ശ്രീജ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു കറക്ഷനുണ്ട്. ഏത് സർക്കാർ ഭരിച്ചാലും എത്ര ഉന്നത ഉദ്യോഗസ്ഥനായാലും എന്ത് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ളതിന് ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ മറുപടി പറയാം. ADGP ആണെന്ന് വിചാരിക്കുന്നു P. വിജയൻ. അദ്ദേഹം ഒരു കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയ വണ്ടിയുടെ ടയർ പഞ്ചറായതൊക്കെ ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇതേ ADGP MR അജിത് കുമാറിൻ്റെ ശുപാർശ പ്രകാരം സസ്പെൻഷനിലും മാറ്റി നിർത്തപ്പെട്ടതും കുറേ കാലം നമ്മുടെ മുമ്പിലുണ്ട്. വാർത്തകൾ മനുഷ്യർ മറക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആരെയൊക്കെ ദ്രോഹിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ADGP MR അജിത് കുമാർ. അതിനുള്ള എല്ലാ പിന്തുണയും കിട്ടിയിരുന്നു പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത്. അതുപോലെ ജോലി രാജിവെച്ച് പോയ സർക്കാർ ഉദ്യോഗസ്ഥരെ, പോലീസിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങളും പറയാനുണ്ട്. അപ്പം ഞാൻ അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് MR അജിത് കുമാറിൻ്റെ ഇതിലുള്ള ഇടപെടലിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കോടതിയുടെ മുമ്പിലും അന്വേഷണ സംവിധാനങ്ങളുടെ മുമ്പിലും എത്തപ്പെടേണ്ടതുണ്ട്. നമ്മളൊക്കെ സംശയിക്കുന്നു. ആ സംശയത്തിന് സാധൂകരണം നൽകുന്ന തെളിവുകളോടെ അക്കാര്യങ്ങൾ അന്വേഷിക്കപ്പെടട്ടെ. ഇവിടെ നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആലപ്പുഴയിൽ AD തോമസ്, ഇന്നത്തെ MLA, KSU ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസിൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്നത് ദൃശ്യങ്ങൾ സഹിതം ലോകത്തിലുള്ള സകല മനുഷ്യരും കണ്ടതാണ്.
മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ വന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ അവിടെ കൃത്യനിർവഹണം തടസ്സപ്പെട്ടു. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തി. അതിനവർക്കെതിരെ നടപടിയെടുക്കണം. അവർ ഈ റോട്ടിൽ കാണുന്ന ചെറുപ്പക്കാരെ തലതല്ലിപ്പൊളിക്കാൻ പോയ നേരത്ത് മുഖ്യമന്ത്രിയെ മറ്റാരെങ്കിലും ആക്രമിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്തം പറയും? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് സംരക്ഷണം കൊടുക്കേണ്ട ഗൺമാന്മാർ റോട്ടിൽ ആളുകളായിട്ട് തല്ലുണ്ടാക്കുന്ന പണിയല്ല ഏർപ്പെടേണ്ടത്. ഒന്നാമത്തെ കാര്യം, അവിടെ കൃത്യനിർവഹണം അവർ വീഴ്ച വരുത്തി. രണ്ടാമത്തത്, ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയ ഒരു കടയുടെ തിണ്ണയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിച്ചപ്പോൾ ലോക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അതിനെതിരെ നടപടി എടുക്കണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇവിടെ ക്രൈം ഉണ്ടോ എന്ന് പോലീസിന്റെ മാനുവലിൽ പറയാത്ത, പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു പത്തലും ചുമന്നുകൊണ്ടാണ് ഗൺമാന്മാർ വേറൊരു കാറിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു പത്തൽ ഉപയോഗിക്കാൻ പോലീസിൽ നിർദ്ദേശങ്ങളുണ്ടോ? ഇനി അവരുടെ ആയുധം സ്റ്റോക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന, പത്തലല്ല. അവരുടേതായ രീതിയിൽ ബലം പ്രയോഗിച്ചോ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുന്ന സമയത്ത് പറ്റിയില്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാം. പത്തലെടുത്ത് തലയ്ക്ക് തല്ലാനായിട്ട് വേറെ വണ്ടിയിൽ നടക്കാൻ ഇവർക്ക് ആരാണ് ചുമതല കൊടുത്തത്? ഇവിടെ തലയ്ക്കടി നടന്നു എന്നുള്ള കാര്യം അറിയാം. തലയ്ക്കടിക്കുന്നത് അടി കൊണ്ട് മരിച്ചാൽ മാത്രമേ വധശ്രമമാകൂ എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞാൽ എനിക്ക് പുച്ഛത്തോടെ മാത്രമേ ആ കോടതിയെ കാണാൻ പറ്റുള്ളൂ. അത് എനിക്കിതിന്റെ നിയമവശം ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് കോടതി ലക്ഷ്യമാണെങ്കിൽ ക്ഷമിച്ചാൽ മാത്രം മതി, അല്ലാതെ എനിക്കൊന്നും അതിൽ പറയാനില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് അടി കൊണ്ട് മരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വധശ്രമം ചാർത്തപ്പെടേണ്ടതുണ്ടോ എന്നുള്ള സംശയം ഉന്നയിക്കുന്ന ചെറിയ സംശയം. ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ആ പരാമർശങ്ങൾ ഉണ്ടായതെങ്കിലും ഗൗരവമുള്ളതാണ്. അത് ഒരു ചൂരലും കൊണ്ടാണോ വധശ്രമത്തിന് ഇറങ്ങുന്നത്? രണ്ട്, അങ്ങനെ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? തല ലക്ഷ്യമിട്ടാണോ ഗൺമാന്മാർ മർദ്ദിച്ചത്? പലതവണ ദൃശ്യങ്ങൾ കണ്ടിട്ടും കോടതിക്ക് പ്രതിഷേധക്കാരുടെ തലയ്ക്കടിക്കുന്നത് വ്യക്തമാകുന്നില്ല. ഇങ്ങനെയുള്ള നിർണായകമായ ചില പരാമർശങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ദിവസത്തേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഈ പരാമർശങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അത് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ എന്നൊക്കെയുള്ള തരത്തിൽ SIT ഈ വിഷയത്തിൽ പെട്ടെന്ന് വധശ്രമം, അതുവരെ ഇല്ലാത്തൊരു വധശ്രമം പെട്ടെന്ന് അതിൽ കൊണ്ട് ചേർക്കുന്നു. കോടതി ചോദിക്കുന്നു, ജാമ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി കിട്ടുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലല്ലേ ഇത് ചെയ്യേണ്ടത്? അവിടെ SIT പറയുന്നത് പോലെ ഒരു അമിത ആവേശം കാണിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രീജയും കണ്ടിട്ടുണ്ടാവും, ഈ പാനലിൽ ഇരിക്കുന്ന മനുഷ്യനും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. തലയ്ക്കാണ് അടികൊള്ളുന്നത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. അവർ പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. അവർ കോടതിയിൽ പോയപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. അപ്പോഴും വേണ്ടത്ര രീതിയിൽ താല്പര്യത്തോടെയല്ല കേസെടുത്തത്. അവസാനം കോടതി SIT രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ സർക്കാർ അത് മൂടി വെച്ചു. അതിനുശേഷം അന്വേഷണം നടത്തി ഈ തലക്കടിച്ച ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു. ക്ലീൻ ചീറ്റ് കൊടുത്തത് ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ശുപാർശയിലും ഇടപെടലിലുമാണെന്നുള്ള സംശയം നിൽക്കുന്നു. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു. അത്തരത്തിലുള്ള മൊഴിയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ആ ചെറുപ്പക്കാരുടെ തലയ്ക്ക് അടി കിട്ടി. അവർ ആശുപത്രിയിലായിരുന്നു, അവർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ 3 കാര്യങ്ങൾ. ചൂരൽ കൊണ്ട് അടിച്ചാൽ മരിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരായുധവുമില്ല. എൻ്റെ കൈക്കൊരു ഇടി കൊടുത്താൽ ആൾ മരിക്കാമല്ലോ. എത്രയോ കേസുകൾ നമ്മൾ കേരളത്തിലും രാജ്യത്തും ലോകത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ ചൂരൽ ഒരു ആയുധമായിട്ട് തന്നെ കാണാം. ഇവരുടെ കയ്യിൽ ഈ പത്തൽ എങ്ങനെ വന്നു? പോലീസ് ഉപയോഗിക്കുന്ന ലാത്തിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഗൺമാന്മാരുടെ ആയുധമാണോ പത്തല്? അല്ലല്ലോ, ഗൺമാന്മാരുടെ ആയുധം തോക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി തലയ്ക്ക് അടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ ജഡ്ജിമാരായിരിക്കാൻ യോഗ്യരല്ല എന്നാണ് എൻ്റെ നീതിബോധം പറയുന്നത്. കണ്ണിന് കാഴ്ചയുള്ളവർ തന്നെ ജഡ്ജിമാരായിരിക്കണം, അല്ലെങ്കിൽ ചില ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകില്ല. ദൃശ്യങ്ങൾ കാണാൻ താല്പര്യം കാണിച്ചിട്ട് കണ്ടതിന് ശേഷം തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലോകത്തുള്ള സകല മനുഷ്യരും ചാനലുകളിലൂടെയും മറ്റ് ദൃശ്യങ്ങളിലൂടെയും കണ്ടിട്ടും കാണാത്ത ദൃശ്യങ്ങൾ, ഇതുവരെ കാണാത്ത ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കോടതിയിൽ എനിക്ക് അവിശ്വാസമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ നിയമവശം എന്താണെന്ന് അറിയില്ല. ഇനി അടുത്തത്, മുൻവൈരാഗ്യമുണ്ടോ എന്ന്. കണ്ണൂര് DYFIക്കാരും SFIക്കാരും ചെറുപ്പക്കാരെ തല ചെടിച്ചട്ടി കൊണ്ട് പട്ടിക കൊണ്ടൊക്കെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയും ഈ പ്രവർത്തനം തുടരണമെന്ന് പറയുന്നു. അതിന്റെ പച്ചയിലായിരിക്കും
അതിന്റെ പിന്തുണ ബലത്തിലായിരിക്കാം ഗൺമാന്മാർ ഇത് ചെയ്തത്. അപ്പോൾ മുൻവൈരാഗ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത ഘട്ടത്തിലാണ് ഇത് ദീർഘമായിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി ഇത് പരിഗണിക്കുന്നത്? വിചാരണ കോടതിയിൽ വിചാരണ വേളയിലല്ലേ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുള്ളൂ. തലക്കടിക്കുന്ന കാര്യത്തിൽ ഏത് വകുപ്പ് ചാർത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ തീരുമാനിക്കേണ്ടത്. അവിടെ ജാമ്യം നൽകുമ്പോൾ കോടതിക്ക് മുന്നിൽ വരുന്ന ജാമ്യ അപേക്ഷയിൽ നടക്കുന്ന വാദത്തിൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ ഇവർക്ക് ജാമ്യം കൊടുത്താൽ പ്രശ്നം ഉണ്ടാവോ, തെളിവ് നശിപ്പിക്കോ, ഇതറിയാൻ വേണ്ടി കോടതിക്ക് സ്വാഭാവികമായി എന്തും വിചാരണ വേളയിൽ ചോദിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ജിൻഡോയിലേക്ക് എത്താം. ശ്രീ രാജേഷ് ചിറപ്പാട്, ഞാൻ ഒരൊറ്റ കാര്യം എനിക്ക് ഒരു കാര്യം കൂടി പൂർത്തിയാക്കിയിട്ട് ഒറ്റ കാര്യം, ഒരു മിനിറ്റ് താഴെ മതി. ഒരു കാര്യം, ഇവിടെ പ്രഥമ ദൃഷ്ട്യ കേസുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കാഴ്ചയുള്ള ഏതൊരു മനുഷ്യർക്കും മനസ്സിലാവും തലക്കടിക്കുന്നുണ്ടെന്ന്. തലക്കടി കൊണ്ടാൽ, അടി കൃത്യമായിട്ട് കൊണ്ടാൽ, സ്ഥാനം തെറ്റിക്കൊണ്ടാൽ ആള് മരിക്കുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഏകപക്ഷീയമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾ പുറത്തു വരുന്നു, അതിലൂടെ കോടതിയുടെ പോലും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഒറ്റ ചോദ്യമാണ് എനിക്കുള്ളത്. എങ്ങനെ ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നൊരു കോടതി സംശയിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന പെൻഡ്രൈവും മെമ്മറി കാർഡും വരെ അതിന്റെ ഹാഷ്ടാഗ് മാറുന്ന രീതിയിൽ പുറത്തു കൊണ്ടുപോയി പരിശോധിക്കാൻ ഇട നൽകപ്പെട്ടത് ഏത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണെന്ന് കൂടി പരിശോധിക്കണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കണ്ട ദൃശ്യങ്ങളിൽ ആളുകൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെ കണ്ടു എന്നൊരു കോടതി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു നിഷ്പക്ഷത കുറവുണ്ടെന്നാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം പറയുന്നത്. ശരി, ശ്രീ രാജേഷ് ചിറപ്പാട്, പലതരത്തിൽ ന്യായീകരണം വന്നിട്ടുണ്ട്. 2023 ഈ സംഭവം നടന്ന കാലം തൊട്ട് ഇത്രയും കാലം പല തരത്തിലുള്ള ന്യായീകരണം. അതിൽ ഏറ്റവും ആദ്യത്തെ ന്യായീകരണമാണ് രക്ഷാപ്രവർത്തനമാണ് നടന്നത്, അതൊരു മർദ്ദനമല്ല എന്നത്. ഇപ്പോൾ താങ്കൾ ഇന്നിവിടെ ഇരിക്കുന്നത് വരെ ഈ സംഭവങ്ങളെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മളൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും കോടതി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ വെച്ചാണ് ഇപ്പോൾ താങ്കൾ അടക്കമുള്ളവർ പറയുന്നത് ഇത് കോടതി ചോദിക്കുന്ന കാര്യങ്ങളിൽ പ്രസക്തിയില്ലേ എന്ന് ചോദിക്കുന്നത്. ADGP MR അജിത് കുമാർ സർക്കാരിന് വേണ്ടി വഴിവിട്ട രീതിയിൽ ഇടപെട്ടു എന്ന് 2 ഉദ്യോഗസ്ഥർ മൊഴി നൽകി എന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു രാജഭക്തി പ്രോമാക്സ് ആയി കണ്ടൂടെ? ശ്രീജ, ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ADGP അജിത് കുമാർ എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ്. SITയുടെ റിപ്പോർട്ടും പ്രകാരമാണ് അദ്ദേഹം വഴിവിട്ട രീതിയിൽ ഇതിൻ്റെ റിപ്പോർട്ടുകൾ മാറ്റി എഴുതി എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് കോടതി അതിനെ സംബന്ധിച്ച് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, വിമർശനാത്മകമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള SIT ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അത് കോടതിക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നലെയോ മറ്റോ ആണെന്നോ, ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉള്ള കോടതിയുടെ നിരീക്ഷണമാണത് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോടതിക്ക് ലഭിക്കുന്നതിന് മുമ്പ് മറ്റ് മാധ്യമങ്ങൾക്ക്, പത്രമാധ്യമങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഇത് വരുന്നതെന്നുള്ള SITയോട് വിമർശനാത്മകമായ രീതിയിലൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു നരഹത്യ അടക്കമുള്ള രീതിയിലുള്ളൊരു തിടുക്കം, നരഹത്യാശ്രമം എന്നുള്ള നിലയിലുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ. അതിൻ്റെ അകത്തൊരു തിടുക്കം ഉണ്ട്. അതിനകത്ത് ചില പക്ഷപാതപരമായ ചില നിലപാടുകളുണ്ടോ എന്നൊക്കെ കോടതി സംശയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം ജിൻഡോ ജോൺ പറയുന്നത് പോലെ അല്ല ഞാൻ പറഞ്ഞു വരട്ടെ. ജിൻഡോ ജോൺ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം കോടതിയുടെ ഒരു നിരീക്ഷണത്തെയോ കോടതി പറയുന്ന ഒരു കാര്യങ്ങളെയോ പിന്നെ ഇപ്പോൾ തൽക്കാലം വിമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കോടതി എന്നുള്ള നിലയിലുള്ള ആ നിയമ സംവിധാനത്തോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്റ്റീവായിട്ടുള്ള ഒരു നിലപാട് എനിക്കില്ല ഈ വിഷയത്തിൽ. കോടതിയുടെ പൊതുവായിട്ടുള്ളൊരു വർഗ്ഗ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ രാഷ്ട്രീയ വിഷയമാണ്. പക്ഷേ ഒരു വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണത്തെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. അതിൽ വിമർശിക്കുന്നവർക്ക് അതിൻ്റെ ഒരു പരിധിവരെ അതിൻ്റേതുള്ള വിമർശന സാധ്യതകളും ഉണ്ടായിരിക്കാം. എനിക്കറിയില്ല അതിനെ സംബന്ധിച്ച്. ADGP അജിത് കുമാർ അത് ചെയ്തോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് അതിപ്പോൾ മുൻ LDF ഗവൺമെന്റിന് വേണ്ടി അത് ചെയ്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, ADGP MR അജിത് കുമാറിന് ഇത് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഒരു വിഷയമായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? മറിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രക്കിടെ നിരന്തരം
ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു, അത് ആ യാത്രയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ശോഭ കെടുത്തുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി ആ ഉദ്യോഗസ്ഥൻ ഏറ്റവും തന്നെ കൊണ്ട് കഴിയുന്ന ഏറ്റവും മികച്ച രീതിയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നതിൽ കവിഞ്ഞ് എന്താണ് ADGP അജിത് കുമാർ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം അതെ അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഹരീഷ് വാസുദേവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്തൊരു വർഗ്ഗപരമായ ഒരു കാര്യമുണ്ടെന്നേ. അതായത് പോലീസ് എക്കാലത്ത് ഇപ്പം നിലനിൽക്കുന്ന ഏത് LDF ആണെങ്കിലും UDF ആണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും ഭരിക്കുന്നതെങ്കിലും പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിന് അതിൻ്റേതായിട്ടുള്ള വർഗ്ഗപരമായ ഒരു നിലപാടുണ്ട്, അതിലൊരു മർദ്ദക സ്വഭാവമുണ്ട്. അതിൻ്റേതായിട്ടുള്ള അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയും അതിനെ നിയന്ത്രിക്കുകയും അതിനെ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിനകത്തേക്ക് പരമാവധി ജനകീയമാക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് നാളിതുവരെയുള്ള ഓരോ ഗവൺമെൻറ്റും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം ഉല്ലംഘിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അത് പോലീസുകാരുടെ ഒരു പ്രശ്നമായിട്ട് അത് വക്കീൽ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അതായത് പോലീസുകാർ സ്വന്തം ഇഷ്ടത്തിന് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരാണെന്ന് ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ ഒപ്പം പോവേണ്ടവരാണ് അവർ. മുഖ്യമന്ത്രിക്ക് ഒപ്പം പോയില്ല. അവരവിടെ ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ ആളുകളെ പോയി മർദ്ദിക്കുന്നു. അവരെ ഈ അംഗരക്ഷകരുടേതല്ലാത്ത രീതിയിലുള്ള ഒരു ആയുധം, അത് നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ തോക്കാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആയുധം. അതല്ലാതെ സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ള ഒരു ചൂരൽ പോലത്തെ ഒരു ആയുധവും കൊണ്ടുവന്ന് വെറുതെ അവർക്ക് തോന്നിയ രീതിയിൽ അവരങ്ങ് മർദ്ദിക്കുന്നു. അത് കഴിഞ്ഞ് അത് കേസാവാൻ അവർ പരാതി കൊടുക്കുന്നു, കേസെടുക്കുന്നില്ല, കോടതിയെ സമീപിക്കുന്നു. അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യങ്ങളേ ഇല്ല എന്നൊരു റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായി സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കനാണോ താങ്കൾ? അല്ല, സ്വാഭാവികമായി സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞാനാണെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പരിസരം അതെല്ലാം അതിൻ്റെ ഈ സുരക്ഷയുടെ ഭാഗമാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ചുറ്റും നിന്ന് ഇങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ഈ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായി. അല്ലാതെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടത്തി എന്നാൽ പിന്നെ കുറെ യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി അവിടെ വെച്ച് എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായ ആര് തടുക്കും? അല്ല, മാത്രം അതിവേഗത്തിൽ പോകുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയുടെ അടിയിൽ ആളുകൾ പെട്ടുപോയാലോ? ഈ പ്രതിഷേധമായി പാഞ്ഞെടുക്കുന്ന ആളുകൾ വണ്ടിയുടെ അടിയിലേക്ക് പല വളരെ മാറി ലോക്കൽ പോലീസ് അവരെ സൈഡിലേക്ക് മാറ്റി അതിന് ശേഷമാണ് ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേനും ആളുകൾ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനെയാണ്. അങ്ങനെയാണ് അവിടെ നിന്നാണ് പോലീസുകാർ അതിനെ ആ കടയുടെ സമീപത്തേക്ക് മാറ്റുന്നത്. അപ്പൊ കാരണം ഇത് വളരെ വളരെ കേരളത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള നവകേരള പിണറായി വിജയൻ പറഞ്ഞ അല്ലെന്ന് കേരളത്തിലെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമഗ്രമായ വികസനത്തെ മുൻനിർത്തി വലിയ ഭാവനാത്മകമായിട്ടുള്ള വളരെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയൊരു പ്രസ്ഥാനമായിരുന്നു, വലിയൊരു സംരംഭമായിരുന്നു, വലിയൊരു നീക്കമായിരുന്നു. അതെ, അപ്പോൾ നീക്കമായിരുന്നു. ആ നവകേരള യാത്രയെ ഏതൊക്കെ തരത്തിലാണ് CPM-ന്റെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ വിമർശിച്ചതെന്ന് അങ്ങേക്ക് അറിയാത്തതല്ലോ. അങ്ങ് ഒരു CPM സഹയാത്രികനല്ലേ? ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപുമൊക്കെയായി ആ നവകേരള യാത്രയെയും അതോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളെയും ഒക്കെ പാർട്ടിയുടെ താഴെത്തട്ട് തൊട്ട് എങ്ങനെയൊക്കെ വിമർശിച്ചു എന്ന് അങ്ങേക്ക് അറിയാവുന്നത്. പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ എങ്ങനെയൊക്കെ വിമർശിച്ചു എന്നുള്ളതും അത് പിന്നെ എനിക്ക് എന്തൊക്കെ വിമർശിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതെല്ലാം സംഘടനാ തലത്തിലുള്ള കാര്യങ്ങളാണ്. അത് മാധ്യമങ്ങൾ പറയുന്ന തരത്തിൽ അവിടെ ഇത് സംഭവിച്ചു, അവരിങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അത് കിട്ടില്ല. അത് തെറ്റാണത്. പക്ഷേ വിമർശനങ്ങളുണ്ടാവും, സ്വയം വിമർശനവും. അത് ഈ നവകേരള യാത്ര മാത്രമല്ല, അത് സംഘടന അങ്ങനെയാണ്. CPIM-ന്റെ ഒരു സംഘടനാ രീതി അതാണ്. വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവും. അത് ഏത് നേതാവിനെ കുറിച്ചും ഉണ്ടാവും. അത് ഏതൊക്കെ മനസ്സിലായില്ലേ? അത് വിമർശിക്കുകയും സ്വയം വിമർശനവുമാണ്. അത് നവകേരള മാർച്ച് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അവിടെ നടന്നത് സ്തുത്യർഹമായ രീതിയിൽ ഉള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. AD തോമസ് MLA, ഇന്ന് MLA ആണ്. ആ MLA ആകുന്നതിൽ പോലും നിർണായകമായത് ഒരു പക്ഷേ ആ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. ചിത്തരഞ്ജനെ പോലെ ഒരു സമുന്നതനായ നേതാവിനെ തോൽപ്പിച്ച് AD തോമസ് എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ ജയിച്ചു വരാൻ കഴിഞ്ഞതും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ബാക്കിയായിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ. ഞാൻ ശ്രീ സുഭാഷ് ബാബുവിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ സുഭാഷ് ബാബു, അങ്ങേ ഈ ചർച്ചയിലേക്ക് ഞാൻ ക്ഷണിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് ചില കൃത്യമായ റൂളുകളുണ്ട്. ആ സെറ്റ് ഓഫ് റൂൾസ് വെച്ച് തന്നെയാണ് പോലീസ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിൽ ഈ പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ട്. അതനുസരിച്ച് എന്തൊക്കെയാണ് പോലീസിൻ്റെ സുരക്ഷാ ജോലി എടുക്കുന്നവർ, അതായത് അംഗരക്ഷകർ ഉൾപ്പെടെയുള്ളവർ എടുക്കേണ്ട കാര്യങ്ങൾ, അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ചട്ടങ്ങളുണ്ട്.
ലോ ആൻഡ് ഓർഡർ ക്രമീകരിക്കാൻ പോകുമ്പോൾ അതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. അങ്ങ് ഈ ദൃശ്യങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ, അവിടെ ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരെ ഇത്തരത്തിൽ വന്ന് ക്രൂരമായി മർദ്ദിക്കാൻ, കയ്യിൽ കാണുന്ന ആ നീളത്തിലുള്ള വടിയെ ലാത്തി എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ അതിനെ ചൂരൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ ആ ചൂരലും കൊണ്ട് നടക്കാൻ അങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻസ് ഈ പോലീസ് സേനയ്ക്കകത്തുണ്ടോ? പോലീസിലെ VIP സെപ്പറേറ്റ്, അതായത് അവർ ഹൈ സെക്യൂരിറ്റി റിസ്ക് ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ള അവരൊരു വലയം ചെയ്ത് യാത്ര ചെയ്യണമെന്ന് മാത്രമാണ് ഇവരെ പറ്റി ഉദ്ദേശിക്കുന്നത്. വ്യക്തിയെ, അതായത് ആ VIPയെ ഒരു കയ്യകലം വെച്ച് ആക്രമിക്കാൻ സാധ്യതയുള്ള അത്രയും പോലും അടുത്ത ആളുകൾ എത്താൻ പറ്റാത്ത രീതിയിൽ ആളുകളെ അകർത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അദ്ദേഹത്തിന് ഏറ്റവും അടുത്തേക്ക് വരുന്ന ആളുകളെ ഇവർക്ക് തള്ളി മാറ്റുമോ, അതല്ല അതിനുശേഷം സാധിക്കുന്നില്ല, അക്രമം ഉണ്ടാകുമെന്നുള്ള തീർത്ത സാഹചര്യം അവർക്ക് ഉറപ്പുവരുത്തുമെങ്കിൽ അവർക്ക് അവരുടെ സ്വയമേയ മറ്റൊരാളുടെ ഉത്തരവില്ലാതെ തന്നെ അവർക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു ആയുധമായ പിസ്റ്റൽ വെച്ച് വെടിവെച്ച് വീഴ്ത്താവുന്നതാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ചുറ്റുപാടും ഉള്ള ആ ഒരു സർക്കിളിന് പുറത്തേക്ക്, അതായത് ഏറ്റവും ചുരുങ്ങിയാൽ ഒരു 10 മീറ്ററിന് പുറത്തേക്ക് അവർ പോയി സാധാരണ ജോലി ചെയ്യാൻ പാടുമില്ല. കാരണം അദ്ദേഹത്തിലെ മാത്രമായിരിക്കണം ഇവരുടെ ശ്രദ്ധയുള്ളത്. കാരണം അവരുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇടയ്ക്കൂടെ നുഴഞ്ഞു കയറി ആക്രമിക്കാനുള്ള പഴുത് പോലും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ റിംഗ് റൗണ്ട് എന്ന് പറയുന്ന പ്രത്യേക ഒരു വിഭാഗത്തിനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ശരി, അവർ ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നതോ മാറി യാത്ര ചെയ്യുന്നതോ ശരിയായില്ല. അത് നിയമപരമായിട്ട് നിങ്ങളുടെ നടപടിക്രമം അനുസരിച്ച് തെറ്റാണ്. പിന്നെ അവർക്ക് ആകെ കൊടുത്തിരിക്കുന്ന ആയുധം പിസ്റ്റലാണ്. ആ പിസ്റ്റല് ഇതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാഹചര്യങ്ങൾക്ക് അവർക്ക് മറ്റൊരാൾ ഉത്തരവില്ലാതെ സ്വയമേവ അതാവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന് അതിന് തീർച്ചയായിട്ടും അവർക്കൊരു പരിരക്ഷ വരെ കിട്ടുന്ന ഒരു പ്രത്യേക ജോലി സ്വഭാവമുള്ളതാണ് ഇതേമാതിരിയുള്ള ഗൺമാൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാത്തി എന്ന് പറയുന്ന സാധനം യാതൊരു കാരണവശാലും അവർ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ലാത്തിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ലാത്തിക്ക് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. നീളം, വീതി, നീളം, അതിൻ്റെ ഹെവിയർ എൻഡ് എത്ര, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ടർ എൻഡ് എത്ര, അതുപോലെ തന്നെ ലൈറ്റർ എൻഡ് എത്ര, അതുപോലെ തന്നെ അതിൻ്റെ ആ വെയിറ്റ് എത്ര എന്നൊക്കെ പറഞ്ഞ് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും ചെറുതായാൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആയുധം ഉപയോഗിക്കാൻ നിയമപരമായിട്ട് യാതൊരു അധികാരവുമില്ല. ഇവിടെ ഉപയോഗിച്ചത് എന്തായാലും ശരി ലാത്തിയേക്കാൾ വലിപ്പം കൂടിയതും നീളം കൂടിയതുമായ ഒരായുധമാണ്. അത് ചൂരലെന്ന് നമ്മൾ പറയുന്നത്, പക്ഷേ ഇതുവരെ കണ്ടെടുക്കാത്തടത്തോളം കാലം ചൂരലെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു ശക്തിയുള്ള, കാരണം ചൂരൽ 2 കൈ കൊണ്ട് പൊക്കി അടിക്കണമെങ്കിൽ എന്തായാലും ശരി വളരെ പ്രായമുള്ള വളരെ മൂത്ത ചൂരലിൻ്റെ ഏറ്റവും അടിഭാഗമായിരിക്കണം. അല്ലെങ്കിൽ എത്ര വെയിറ്റില്ലാത്തൊരാണ് 2 കൈ കൊണ്ട് അടിക്കേണ്ട പ്രശ്നമില്ല. അത് അടിക്കണമെങ്കിൽ അത്ര കൂടുതൽ വെയിറ്റുള്ള ഒരു ആയുധമായിരിക്കണം. അതുകൊണ്ട് എന്തായാലും ചൂരലായാൽ പോലും ചൂരൽ വളരെ മൂപ്പ് കൂടിയ വളരെ വർഷങ്ങൾ പഴക്കമുള്ള ചൂരലിൻ്റെ അടിഭാഗം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിട്ടാത്തടത്തോളം കാലം നമ്മൾ ചൂരലെന്ന് വിശേഷിപ്പിക്കേണ്ട. ഏതായാലും വളരെ മാരകമായ പരിക്കേൽപ്പിക്കാൻ പറ്റുന്നൊരായുധമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉദ്യോഗസ്ഥരെ, അതായത് ഈ റിങ് അദ്ദേഹത്തിൻ്റെ ചുറ്റും VIP-യുടെ ചുറ്റും നിന്ന് മാറിപ്പോയ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, അവിടെ ഏതെങ്കിലും ആളുകളെ നിയന്ത്രിക്കണമെങ്കിൽ അതിൽ ലോക്കൽ പോലീസ് യൂണിഫോം പോലുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവരത് ചെയ്യേണ്ട, അവരവിടെ പോവുകയും വേണ്ട. അങ്ങനെ ആ ഉദ്യോഗസ്ഥർ അവിടെ ഉള്ള സമയത്ത് അവർ തന്നെ ചെയ്യേണ്ടതാണ്. അവർ ചെയ്തതിന് ശേഷം അവരെ നേരത്തെ ശ്രീജയപ്പാക്ക് ചാനലുകളിലെ ആൾക്കാർ പറഞ്ഞത് പ്രകാരം അവരെ മാറ്റി നിർത്തിയതിന് ശേഷം ആ മാറ്റി നിർത്തിയത്, അതായത് 29 പോലീസ് ആക്ട് പ്രകാരം അങ്ങനെ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവരുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് അവരെ സംരക്ഷിച്ച് നിർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെയും ഈ സംരക്ഷിച്ച വ്യക്തികളെയും അത് അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. അടിച്ച് പരിക്കേൽപ്പിക്കുമ്പോഴുള്ള പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ട എന്താ പറയുക 307 ഇവിടുത്തെ വകുപ്പ് IPC അല്ല, ഇവിടെ 308. 307 എന്ന് പറയുന്ന വകുപ്പിലാണ് ഇതിന് നേരത്തെ മുൻവിരോധം വേണം. ഈ 308 എന്ന് പറയുന്ന മുൻവിരോധം ആവശ്യമില്ല. 307 ഇവിടെ ചേർത്തിരിക്കുന്നത് 308. കാരണം നരഹത്യയാണ്, അല്ലാണ്ട് കൊലപാതക ശ്രമമല്ല. നരഹത്യാ ശ്രമമാണ് ഇതിന്. അതായത് ഒരു വ്യക്തിയെ കൊല്ലുന്ന അവസരത്തിൽ നരഹത്യയാവാം. എപ്പോൾ നരഹത്യ കൊലപാതകവും എന്ന് പ്രത്യേകമായിട്ട് നിയമം പറയുന്നുണ്ട്. ഇവിടെ നരഹത്യയാണ്. നരഹത്യ എന്ന് പറയുന്നത് ഏതായെങ്കിലും ഒരാളൊരു പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ
അയാൾ തടയും അല്ലെ വേറൊരാൾ തടയും എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അടിക്കുന്നത്. അയാളെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയാൽ അദ്ദേഹത്തിന് ക്ഷതമേൽക്കുന്നു. ആ ക്ഷതമേൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പരിക്കോ മരണോ സംഭവിക്കാമെന്നുള്ള അറിവ് ഈ വ്യക്തിക്കുണ്ടാവും. ആ വ്യക്തിക്ക് അറിവോടുകൂടി അത് പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കണമെന്ന് ഭീമമായ പരിക്കേൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ആ പരിക്കേൽക്കുകയോ ചെയ്തതാണ്. ആ സമയത്ത് ചെയ്യുന്ന ഈ 308 എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്നത് അതിനൊരു ഉദ്ദേശം വേണം. തീർച്ചയായിട്ടും ഇവർക്കൊരു ഉദ്ദേശമുണ്ട്. അതിന് അവർ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി അറിവുണ്ട്. അവരെ മർദ്ദിച്ച് അങ്ങനെ ആ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ആ മർദ്ദിക്കുന്നതിൽ നിന്ന് ഇവർക്ക് വളരെ ഗൗരവമുള്ള രീതിയിലുള്ള മരണത്തിന് ഉതകുന്ന രീതിയിലുള്ള ക്ഷതി ഏൽക്കണം എന്ന് പറയുന്നില്ല. പരിക്ക് ഏറ്റാൽ തന്നെ ഏൽക്കണമെന്ന് തന്നെ ഇല്ല, ഏറ്റു കഴിഞ്ഞാൽ തന്നെ അത് ഈ 308 എന്നതിൻ്റെ പരിധി വരും. ഇതിനെ ആസ്പദമാക്കി ഒരുപാട് ഹൈക്കോടതികളുടെ റൂളിങ്ങുകളുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അത് എനിക്ക് തന്നെ ഓർമ്മയുള്ളത് മഹാരാഷ്ട്ര ഹൈക്കോടതിയുടെ ഉണ്ട്, മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉണ്ട്, ഗുജറാത്തിലുണ്ട്. ഇത് സുപ്രീം കോടതി 2018 സുപ്രീം കോടതി വരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ അതായത് ആ പരിക്കിന് ഗൗരവമുള്ളതാകണമെന്നില്ല. പരിക്കേറ്റിട്ടുണ്ട്, അവർ തലക്കടിക്കുകയാണെങ്കിൽ തലക്കടിച്ച് മറ്റാരും തടയാതെ അല്ലെങ്കിൽ ആ വ്യക്തി പോലും തടയാതെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കൊള്ളുമായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു? അതാണ് ഇവിടുത്തെ അത് മാത്രം പരിഗണിച്ചാൽ മതി, വേറെ ഒന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രസക്തിയല്ല. എന്തായാലും ശരി, ഈ അടിക്കുന്ന അടി മാരകമായ അടിയാണ്. ആ മാരകമായ അടി അദ്ദേഹത്തെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തട്ടിമാറ്റുക അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് മാറുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന് നേരെ കൊണ്ടിരുന്നുവെങ്കിൽ മരിക്കുമായിരുന്നു. നേരെ കൊല്ലാത്തതുകൊണ്ട് മരിച്ചില്ല എന്നുള്ള നിഗമനത്തിൽ വേളെ കോടതി പോലും അങ്ങനെ കാണാൻ പാടുള്ളൂ എന്ന്. പണ്ട് 90-കൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു, പരിക്ക് വേണം. 90-കളിന് ശേഷം കോടതികൾ ആവർത്തിച്ച് 2018 വരെ അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവശ്യമില്ല. ഈ പരിക്കേൽപ്പിക്കുമ്പോൾ ഏത് സ്ഥാനത്തെ ലക്ഷ്യമിട്ടടിക്കുന്നുവോ ആ ലക്ഷ്യത്തിൽ നിന്ന് അങ്ങോട്ടും മാറിപ്പോയത് ആ അടി കൊള്ളേണ്ട ആളിൻ്റെ ഒഴിഞ്ഞു മാറലും അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് പ്രകാരം അദ്ദേഹം ചെയ്തതായിരിക്കും. അതല്ലാതെ ഈ അടിക്കുന്ന ആളിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഉദ്ദേശവും അങ്ങനെ അടിച്ചാൽ ഞാൻ തലക്കടിക്കുന്നു, അടിച്ചാൽ പരിക്ക് പറ്റും എന്നുള്ള ഉദ്ദേശം, മരണം പറ്റും എന്നുള്ള അറിവ് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് പരിക്ക് വലിയ ഭീമമായ പരിക്കേൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ കോടതിയിലെ ആ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ഉത്തരമായി കാണും അങ്ങയുടെ ഈ മറുപടി കൊണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ രാജേഷ് ചെറുപ്പാടിന് ഉൾപ്പെടെ ഒരു വ്യക്തത വന്നു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇന്നലെ കോടതിയിൽ നടന്ന ഈ പരാമർശങ്ങളെ ചൊല്ലി അല്ലെങ്കിൽ ജഡ്ജി ഉന്നയിച്ച ചോദ്യങ്ങളെ ചൊല്ലിയൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ധൃതിപ്പെട്ട് 308 വകുപ്പ് കൂട്ടിച്ചേർത്തതിൽ. അത് കൃത്യമായി ജഡ്ജി തന്നെ പറയുന്നുണ്ട്. 308 വകുപ്പ് കൂട്ടിച്ചേർത്തതിലല്ല പ്രശ്നം, അത് കൂട്ടിച്ചേർത്ത രീതിയിലാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതിന് അമിത ആവേശമോ ധൃതിയോ കാണിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അതിൽ ന്യായമായ നീതി പോലും നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുമോ എന്ന സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ പല ചോദ്യങ്ങൾ ഇപ്പോൾ ശ്രീ സുഭാഷ് ബാബു വിശദീകരിച്ചപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ വകുപ്പുകളെ ചൊല്ലിയൊക്കെ ഉള്ള വാചാടോപത്തിനപ്പുറത്തേക്ക് എന്താണ് കൃത്യമായിട്ട് ഈ IPC പറയുന്നത് എന്ന കാര്യം വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ പോലും ഇന്നലെ കോടതിയിൽ നടന്ന ഇത്തരം വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ഒരു തിരിച്ചടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ കേസിന് ക്ഷീണം സംഭവിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം SIT-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഒന്ന്, അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയെപ്പറ്റി നമ്മൾ എത്രത്തോളം പറയുന്നത് ശരിയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ കോടതിയുടെ നിരീക്ഷണത്തെപ്പറ്റി പൊതുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടതി കണ്ടെത്താൻ ശ്രമിക്കുന്നത് ട്രയൽ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രീ അറസ്റ്റ് ബെയിലിൽ കോടതി പരിഗണിക്കേണ്ട വസ്തുതകൾ മാത്രമാണ്. അങ്ങനെ ചെയ്യാവൂ, അതിനപ്പുറത്ത് പോകാൻ പാടില്ല. ട്രയൽ നടത്തുമ്പോൾ ചോദിക്കുന്നത് പോലുള്ള ചോദ്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കോടതി പോകാൻ പാടില്ല. അതായത് ഈ വടി ഇങ്ങനെ വീശിയാൽ അങ്ങനെ കുനിഞ്ഞപ്പോഴാണോ കൊണ്ടത്, എന്തുകൊണ്ട് അങ്ങനെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് കോടതി ഈ ഘട്ടത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലുള്ള വിധിന്യായങ്ങളിൽ വന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത് 308, പഴയ 308, ഇപ്പോഴത്തെ 110 ആണെന്ന് എനിക്ക് തോന്നുന്നു BNS. അപ്പോൾ അത് ഒഫൻസ് നിൽക്കുമോ ഇല്ലയോ, പ്രഥമ ദൃഷ്ട്യാ ഒഫൻസ് നിൽക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചോ എന്നുള്ള രീതിയിലുള്ള പരിശോധന അല്ല, മറിച്ച് ഈ ആൾ തന്നെയാണോ അവിടെ ഉണ്ടായിരുന്നത്,
അയാളുടെ കയ്യിൽ നിന്നാണോ ഈ ആയുധം മുറിവ് ഏറ്റത് അല്ലെങ്കിൽ പിന്നെ അടിച്ചത്, പരിക്കേറ്റ ആൾ അവിടെ ഉണ്ടായിരുന്നു? ഇത്തരം പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൈമ ഫേസി കേസുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശോധിക്കാം, രണ്ട് കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ. ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ തന്നെ നേരത്തെ ശ്രീ സുഭാഷ് ബാബു വിശദീകരിച്ചതുപോലെ ആ സമയത്ത് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവാം. അതായത് മുഖ്യമന്ത്രിയുടെ വണ്ടിയെ തടയുന്ന ആരെയും തല്ലി പരിക്കേൽപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കിട്ടുകയും ആ തല്ലി പരിക്കേൽപ്പിക്കാൻ പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് എ ഓർ ബി ആരെ കിട്ടിയാലും തല്ലുക. അപ്പോൾ അതൊരു ഇൻറ്റൻഷനാണ്. ആ ഇൻറ്റൻഷനിൽ ഒരു നോളജ് ഉണ്ടായിരിക്കണം. ആ നോളജ് എന്ന് പറയുന്നത് ഈ വടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ചൂരൽ ഉപയോഗിച്ച് തല്ലിയാൽ മരണം സംഭവിക്കാം എന്നുള്ള നോളജാണ്. അത് ഏത് പോലീസുകാരനും ഉണ്ടാകുന്ന നോളജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും പ്രാഥമികമായിട്ട് കേസുണ്ടെങ്കിൽ പിന്നീട് പരിഗണിക്കേണ്ട വസ്തുതകൾ വേറെ ചിലതാണ്. ഇങ്ങനെ ഇന്ന ആളുകൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ, പ്രതിയായിട്ട് വന്നിട്ട് ആളുകൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കേസിൻ്റെ അന്വേഷണത്തെ സ്വാധീനിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, സാക്ഷികളെയും അന്വേഷണത്തെയും സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ശേഷിയുള്ളവരാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. അതായത് ഈ സംഭവം നടന്ന് നമ്മളെല്ലാം കണ്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അവർക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നിടത്ത് തന്നെ ഈ പവർ കോറിഡോറിനകത്തുള്ള ഈ പ്രതികളുടെ പവർ എത്രത്തോളമുണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള അവരുടെ അധികാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. കേസ് അട്ടിമറിച്ച് കഴിഞ്ഞു, പിന്നീടാണ് കോടതി ഇടപെട്ട് കേസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുള്ള സ്ഥിതിക്ക് ബാക്കി രണ്ടും പ്രൈമ ഫേസിയെ ബോധ്യപ്പെടേണ്ടതിന് പകരം 308 നിൽക്കുമോ ഇല്ലതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് ഈ ഘട്ടത്തിൽ വിചാരണ കോടതി ചോദിക്കുന്നത് പോലെ ഈ ഘട്ടത്തിൽ ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത്തരം ചോദ്യങ്ങളെയൊന്നും ഞാൻ മുൻവിധിയോടുകൂടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം സമീപനം ജുഡീഷ്യറി സ്വീകരിക്കുന്നതിന് നമുക്ക് നേരത്തെയും മറ്റ് വിധിന്യായങ്ങൾ ഈ ഇതേ ജഡ്ജിയുടെ തന്നെ പരിശോധിച്ചാൽ ഇത്തരം താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കാൻ ആളുകൾക്ക് കഴിയും. ഞാൻ പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കേസിൽ 323 326 IPC ഇടേണ്ട ഒഫൻസുകൾക്ക് പോലീസിൻ്റെ അമിതാവേശം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ചാൽ അവർ 308 ഇടുകയും ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വരികയും ആ 308 നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ വരികയും ചെയ്താൽ ഫലത്തിൽ ആ കേസ് തന്നെ ഇല്ലാതായി പോകുന്ന സ്ഥിതിവിശേഷവും യഥാർത്ഥത്തിൽ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ പോലും കിട്ടാത്ത സ്ഥിതിവിശേഷവും ഉണ്ടാകും. നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ മൊത്തത്തിൽ കേസില്ലാതായി പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് ഈ ഘട്ടത്തിലുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം 308 നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അല്ലെ ഓഫീസർമാർക്ക് SITക്കുള്ള അതേ അഭിപ്രായമായിരിക്കില്ല ഒരുപക്ഷെ ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്ന ഒരു ട്രയൽ കോർട്ടിന് നാളെ കണ്ടെത്താൻ കഴിയും. അത് ഈ ഘട്ടത്തിലല്ല പരിശോധിക്കേണ്ടതെങ്കിൽ പോലും കൊലപാതകം നടക്കപ്പെടും അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്ന ഒരു നോളജ് അത് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. കാലിലടിച്ചാൽ മതിയായിരുന്നു, തലയ്ക്കടിച്ചത് ഇത്തരം നോളജ് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം, പക്ഷേ മറിച്ചും വാദിക്കാം. അതുകൊണ്ട് 308 നിന്നില്ലെങ്കിൽ ഈ കേസ് മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന ഒരാശങ്ക എനിക്കുണ്ട്. പക്ഷേ അപ്പോഴും അത് പറയുമ്പോഴും ഈ ജാമ്യ ഹർജിയിൽ വാസ്തവത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും, അവരോട് പ്രാഥമികമായി ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു ക്രിറ്റിസിസവും ആ കോടതിയുടെ നടപടികളോട് എനിക്കുണ്ട്. ഹരീഷ്, അതോടൊപ്പം ഈ ജാമ്യം കിട്ടുമായിരുന്ന വകുപ്പുകളാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് അതിൽ 308 കൂട്ടിച്ചേർത്ത് ഈ ജാമ്യം കിട്ടാതിരിക്കാനല്ലേ എന്ന് കോടതി ചോദിക്കുമ്പോൾ കോടതി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? കോടതിയിൽ വന്ന് ജാമ്യം കിട്ടിയാൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക, അത് സ്വാഭാവികമായും പാലിക്കേണ്ട ഒരു ക്രമമാണ്. പക്ഷേ ആ ക്രമത്തിനപ്പുറം ഈ പറയുന്നത് പോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ വകുപ്പൊക്കെ കൂടി ചേർത്ത് വീണ്ടും കോടതിക്ക് മുന്നിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടായ ആ നടപടിക്രമങ്ങളെ കോടതി വിമർശിച്ചതിൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല, കോടതി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂട്ടറുമായിട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് പ്രതിഭാഗം അഭിഭാഷകരോടും ചോദിക്കും. അതിലൊന്നും യാതൊരു അസ്വാഭാവികതയും കാണേണ്ടതില്ല. വിധി വരുമ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടാണോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണോ അത് പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ വിധി വരുമ്പോൾ അത് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടല്ല പരിഗണിച്ചതെങ്കിൽ ഈ ചോദ്യങ്ങൾ ജഡ്ജിയുടെ മുൻവിധിക്ക് കാരണമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന നിരീക്ഷണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയായി മാറും. അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോഴേ കോടതിക്ക് മുൻവിധിയുണ്ട് എന്ന് പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല. മറിച്ച് വിധിന്യായം വരുമ്പോൾ ആ വിധിന്യായത്തിലുള്ള നിയമപരമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ കോടതി എത്തിച്ചേർന്നൊരു സാഹചര്യം, ഒരു അറൈവിങ് അറ്റ് എ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള കോഗ്നിറ്റീവായിട്ടുള്ള ബയാസാണ് സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തെ നോക്കിക്കണ്ടതിൽ. ഉദാഹരണത്തിന് ഈ കോടതി എന്തിനാണ് ഈ SIT എടുത്ത വിഷ്വൽസ് പുറത്തെത്തിയതിനെ ഇത്രയധികം
ഭയപ്പെടുന്ന എന്തിനാണ്? കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഉണ്ടാവുക? ഇത് ഏതെങ്കിലും രഹസ്യരേഖയുള്ളതാണോ? നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ ഈ പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ, ജിൻഡോ സൂചിപ്പിച്ചതുപോലെ, സ്വന്തം കസ്റ്റഡിയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ജുഡീഷ്യറിയാണ് ആളുകളോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് ആളുകൾ ജുഡീഷ്യറിയെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കുന്ന ഒരു വളരെ വേദനയുള്ള ഒരു അഭിഭാഷകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ആ ചോദ്യം ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ലാതാവുന്നു. ഇവിടെ ചാനലുകളിൽ നിരവധിയായിട്ടുള്ള മറ്റ് ആംഗിളുകളിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തവുമാണ്. എങ്ങനെയാണ് കോടതിക്ക് ഇതിനകത്ത് വലിയ ആശങ്ക ഉണ്ടാകുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നാളെ വിധിന്യായം വരുമ്പോൾ ആ വിധിന്യായം നിയമപരമായി ശരിയല്ലാത്തൊരു വിധിന്യായമാണ് വരുന്നതെങ്കിൽ, അല്ലെ അങ്ങനെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ, ഇത്തരം ചോദ്യങ്ങൾ വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, വൺ സൈഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, അതൊരു പ്രത്യേക നറേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് ആരോപിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന വിഷയത്തിൽ ഇത്തരം മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ഒരു പാരലൽ ട്രയൽ പോലെ പോകാൻ പാടുള്ളതല്ല, മറിച്ച് പ്രഥമ ദൃഷ്ട്യാ ആ കേസിൻ്റെ തെളിവുകൾ മാത്രമാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്ന് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അത്തരം പരിശോധനകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, വെറുമൊരു അട്ടിമറി എന്നതല്ല. ഒരു അട്ടിമറി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ നീതി നമുക്കൊക്കെ നീതി നടപ്പാക്കി തരുമെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനം തന്നെ നടത്തുന്ന അട്ടിമറി, അമിതാധികാര പ്രയോഗം, അട്ടിമറി, അങ്ങനെ എല്ലാ തരത്തിലും എങ്ങനെയൊക്കെയാണ് ഒരു സർക്കാരും പോലീസ് സംവിധാനവും ചേർന്ന് പ്രവർത്തിക്കരുതാത്തത് എന്നതിൻ്റെ ഒരു സ്പെസിമനാണ് ഈ സംഭവം. പക്ഷെ നമുക്ക് മുന്നിലുള്ള അനുഭവങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ തരം വിവാദങ്ങളുണ്ടായി, അപ്പോഴൊക്കെയും ഒരു തരത്തിലും ഒരിളക്കവും സംഭവിക്കാതെ ഇരുന്നൊരു കസേരയാണ് ADGP MR അജിത് കുമാറിൻ്റേത്. ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയ റിപ്പോർട്ടിലും ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പേരില്ല, ADGP ഓഫീസ് എന്നത് മാത്രമേ ഉള്ളൂ. ഈ സിസ്റ്റത്തിനെ ക്ലിയർ ചെയ്യാൻ 10 വർഷത്തിന് ശേഷം, ഇത്രയേറെ ആരോപണങ്ങൾക്കൊക്കെ ശേഷം 10 വർഷത്തിന് ശേഷമാണ് ഇതൊക്കെ ഒരു കോടതിക്ക് മുന്നിലേക്ക് പോലും ഇങ്ങനെ ഒരു കാര്യമൊക്കെ എത്തുന്നത്. വളരെ പെട്ടെന്ന് UDF സർക്കാരിന് അത് സാധിക്കുമോ? കാരണം ഇത് ഉറച്ചുപോയൊരു സിസ്റ്റമാണ്. ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ കളങ്കവും ചേർന്ന് ഉറച്ചുപോയൊരു സിസ്റ്റമാണിത്. ശ്രീജ, എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതിൽ പൂർണ്ണ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ഈ രാജ്യത്തെ നീതി നിർവഹണ സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ഒരു നല്ല പൗരരായിട്ട് നിൽക്കുക? അപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഈ ചർച്ച കേൾക്കുന്ന മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, പക്ഷെ ആ മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കുന്ന ദൃശ്യം കണ്ടിട്ട് അതിൽ നടപടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ എണ്ണമായിരിക്കും കൂടുതൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടും UDF സർക്കാർ വരാനും VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനൊക്കെ ഇട നൽകിയത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമിതാധികാര പ്രയോഗം നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാകണം, സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആ അധിക കവചങ്ങളൊക്കെ മാറ്റപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന്. ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ പോലെ സംരക്ഷിക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹം മറ്റേ തൃശ്ശൂർ പൂരം കളിക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കഴിഞ്ഞാൽ 2ാം സ്ഥാനീയനായിട്ടുള്ള K രാജൻ്റെ ഫോൺ എടുക്കാത്തതിനെ കുറിച്ച് ഇന്ന് വരെ ഒരു മറുപടിയും കിട്ടാത്തത്. അതുപോലെ RSS നേതാക്കന്മാരെ കണ്ട് എന്ത് സന്ധി സംഭാഷണം നടത്തി എന്നുള്ളതിൻ്റെ രഹസ്യങ്ങൾ, ശബരിമലയിലേക്ക് അനധികൃത വാഹനയാത്ര, അതുപോലെ മാമി തിരോധന കേസിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത്, അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകളിൽ ആരോപണം നേരിട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പ് ഭരണകാലത്ത് സംരക്ഷിച്ചു പോകുന്നതിന്റെ ചരിത്രം കേരളത്തിൽ മറ്റൊരു സർക്കാരും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത, മറ്റൊരു സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായ തീരുമാനങ്ങൾ കൃത്യമായിട്ട് തന്നെ നേരത്തെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ശ്രീജ, ഇക്കാര്യത്തിൽ CPM MR അജിത് കുമാർ അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ ഗൺമാന്മാർ നടത്തിയ ആ നരനായാട്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള അക്രമം നടത്തിയതിന് CPMന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമില്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാത്തത്? ഈ ആമസോൺ കാർഡുകളുടെ അടിക്കാടിന് തീ പിടിക്കുമ്പോൾ പോലും സമരം ചെയ്യുന്ന ആളുകൾ, പൗരാവകാശത്തെക്കുറിച്ച് വല്ലാതെ മുദ്രാവാക്യം പറയുന്ന ആളുകൾ, പാവപ്പെട്ട ചെറുപ്പക്കാർ, അവർ ഏത് പാർട്ടിയിലും പെട്ട ആളുകളായിക്കോട്ടെ, അവരെ തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു വിഷയത്തിൽ പ്രത്യേക താല്പര്യമില്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ ആളുകളെ വിടണ്ടേ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനെ കരിങ്കൊടി കാണിക്കാൻ പോകുന്ന CPMകാരെ ഇതുപോലെ തലക്കടിച്ചാൽ അവർ പറയോ രക്ഷാപ്രവർത്തനമാണെന്ന്?
ഒരു തരത്തിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞാൻ. നാളെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ, UDF-ന്റെ മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പത്തലുമായിട്ട് വരുന്നവരെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ പാടില്ല. അപ്പൊ CPM-ന് ഇതില് രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ സൂചന ഇപ്പൊ ശ്രീ രാജേഷ് ചെറുപ്പാട് പറഞ്ഞില്ലേ, ഇത് പോലീസുകാർക്ക് വേണ്ടി അവരുടെ വർഗസ്നേഹം കൊണ്ട് ചെയ്ത കാര്യം, അതിൽ CPM-ന് എന്ത് പങ്കെന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ കേരളത്തിലെ പോലീസ് AKG സെന്ററിലെ ബ്രാഞ്ച് കമ്മിറ്റി ഒന്നുമല്ലല്ലോ. പോലീസുകാരെ വർഗസ്നേഹത്തിൽ സംരക്ഷിച്ച ഒരു അസാധാരണ നടപടി ആയിരുന്നെങ്കിൽ CPM-ന് എന്തുകൊണ്ട് അഭിപ്രായമില്ലാത്തത്? ഇത്രയും കാലം രക്ഷാപ്രവർത്തനം എന്നുള്ള ഉളുപ്പില്ലാത്ത വാക്ക് ഉപയോഗിച്ച CPM-കാർ ഇന്ന് മിണ്ടാതെ ഒളിച്ചിരിക്കുകയാണ്. അവർ വന്ന് മറുപടി പറയണ്ടേ? അവർ ഭരിച്ച കാലത്താണ് ഈ തോന്നിവാസം നടന്നത്. അവർ ഭരിച്ച കാലത്താണ് ഈ ഇതിൽ വേണ്ടത്ര അന്വേഷണം നടത്താതിരുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT രൂപീകരിച്ച അന്വേഷണം നടത്താതിരുന്നത്, കൃത്യവിലോപം നടത്തിയത്, തെളിവ് നശിപ്പിച്ചത്. അവർക്ക് മറുപടി ഉണ്ടാകില്ല. ഇനി എനിക്ക് കോടതിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കേൾക്കുന്നുണ്ടാവുമല്ലോ, ഇവരൊക്കെ മനുഷ്യരാണല്ലോ, TV-യും പത്രവും വാർത്തയൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. നരഹത്യാശ്രമം നിലനിൽക്കില്ല എന്ന് തിടുക്കം SIT-യുടെ തിടുക്കത്തെ കുറിച്ചിട്ടാണ് ഇവിടെ സംശയം. തലക്കടിച്ച് കൊല്ലാൻ നോക്കുന്ന കാണുമ്പോൾ നരഹത്യാശ്രമം നിലനിൽക്കില്ലെങ്കിൽ വിമാനത്തിൽ മുദ്രാവാക്യം വിളിച്ചപ്പോൾ പിണറായി വിജയനെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് കേസെടുത്തതാ കേരളത്തില്. ഇവിടെ KSUക്കാർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കഴുത്തുളുക്കി ആശുപത്രി കിടന്ന ആരോഗ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് നരഹത്യാശ്രമത്തിന് കേസെടുത്ത KSUക്കാർക്കെതിരെ. ആ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ വീട്ടിൽ ബോംബെറിഞ്ഞു CPM-കാർ പോയി. കേരളം മുഴുവൻ ആസൂത്രിത അക്രമം നടത്തി. അപ്പൊ മുദ്രാവാക്യം നരഹത്യാശ്രമമായിട്ട് കേസെടുക്കുന്ന കാലത്ത് ചെറുപ്പക്കാരുടെ തല പത്തലിനടിച്ചു കൊല്ലാൻ നോക്കുന്നത് നരഹത്യാശ്രമമായിട്ട് കാണാത്ത ഒരു കോടതിയിലും എനിക്ക് വിശ്വാസമില്ല. സാധാരണക്കാരന്റെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും അംഗീകരിക്കാൻ നീതിബോധമുള്ള പൗരർക്ക് ഈ രാജ്യത്ത് സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, കോടതി രഹസ്യങ്ങൾ ചോരുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ ജെട്ടി കട്ടുമാറ്റിയ കേസിൽ MLA സ്ഥാനം നഷ്ടപ്പെട്ട ഒരു മുൻ മന്ത്രിയുള്ള കേരളത്തില് നമ്മൾ കഥ ഒരുപാട് പറയാതിരിക്കല്ലോ. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് ഞാൻ സൂചിപ്പിച്ചു. പെൻഡ്രൈവും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, അത് പുറത്തു കൊണ്ടുപോയി പ്രതികൾക്ക് വേണ്ടിയിട്ട് കാണാൻ അവസരം കിട്ടിയത് ഏത് കോടതി മുറിയിൽ നിന്ന്, ഏത് ജഡ്ജിന്റെ കീഴിൽ നിന്നാണെന്ന് പരിശോധിക്കപ്പെടണം. ഇനി ഫസൽ വധക്കേസിലെ ആ രക്തം പുരണ്ട തൂവാന കലാപാഹ്വാനത്തിന് വേണ്ടിയിട്ട്, വർഗീയ ലഹള സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ വീട്ടുപറമ്പിലേക്ക് എറിഞ്ഞിട്ടത്, അത് എലി കറണ്ട് പോയി എന്ന് കോടതിയിലെ ഉദ്യോഗസ്ഥർ മൊഴി കൊടുത്തത് ഈ കേരളത്തിലാണ്. ഇതൊക്കെ നടന്നത് പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിച്ച കാലത്താണ്. P. രാജീവ് നിയമവകുപ്പ് ഭരിച്ച കാലത്താണ്. അപ്പോ ഫസൽ വധക്കേസിലെ തൂവാല, രക്തം പുരണ്ട തൂവാല, എലി കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ജെട്ടി കട്ട കേസിൽ MLA സ്ഥാനം നഷ്ടപ്പെട്ട ഒരു മുൻ മന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നടി ആക്രമിക്കപ്പെട്ട കേസിലെ പെൻഡ്രൈവും മെമ്മറി കാർഡും പുറത്തു പോയി പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കോടതിയിൽ നിന്ന് രേഖകൾ പുറത്തു പോകുന്നത് എങ്ങനെയാണെന്നുള്ള അന്വേഷണം കൂടി മുൻകാല പ്രാബല്യത്തോടെ നടക്കണം. ഇവിടെ എന്താ പ്രശ്നം? കേരളത്തിലെയും ലോകത്തിലെയും മനുഷ്യർ ലൈവായി കണ്ട ദൃശ്യങ്ങൾ കോടതിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, കണ്ടിട്ട് അത് വ്യക്തമാകുന്നില്ലെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. ആ കാഴ്ച രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള കാഴ്ചയാണ്. ശ്രീ രാജേഷ് ചെറുപ്പാട്, അങ്ങയുടെ ചില ചോദ്യങ്ങൾക്കെങ്കിലും ഉള്ള മറുപടി പല വശത്തു നിന്നായി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു വിശദീകരിച്ച കാര്യങ്ങൾ, അത് രക്ഷാപ്രവർത്തനമല്ല, അവരുടെ പ്രോട്ടോകോളിനപ്പുറത്തേക്ക് അവർ ചെയ്ത കൃത്യനിർവഹണത്തിലെ വലിയ വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2, വിമാനത്തിൽ പിണറായി വിജയന് നേരെ മുദ്രാവാക്യം വിളിച്ചപ്പോഴും, റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ മുദ്രാവാക്യം വിളിച്ചടുത്തപ്പോഴും അത് രക്ഷാപ്രവർത്തനമായിരുന്നില്ല, മറിച്ച് ആ സമയത്ത് നടന്നത് കൊലപ്പെടുത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞൊരു സർക്കാർ ഇറങ്ങിപ്പോയിട്ട് അധികം നാളായില്ല. പിന്നെ ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും 2 കരിങ്കൊടി, കറുത്ത തുണി വീശി കാണിച്ചപ്പോഴേക്കും അത് വലിയ രീതിയിലുള്ള കുറ്റമായി മാറിയത്, അവരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനുള്ള കുറ്റമായി മാറിയത് എങ്ങനെയാണ്? പെട്ടെന്ന് നമുക്കങ്ങനെ ഓർമ്മ നഷ്ടപ്പെടുന്ന അംബ്ലേഷ്യ അസുഖമൊന്നും ഇല്ലല്ലോ നമുക്കാർക്കും. ഇതിനകത്തുള്ള പ്രശ്നം അറിയോ? നമ്മൾ വിമാനത്തിൻ്റെ വിഷയം, മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് വിമാനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ഒരു സമരം ചെയ്യാനുള്ളൊരു പരിസരമല്ല. ഏവിയേഷൻ വകുപ്പ് ഏവിയേഷൻ വകുപ്പ് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അവിടെ സമരം ചെയ്യാൻ അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഒരു അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് വ്യോമയാന നിയമങ്ങളുണ്ട്. അവർക്ക് പിന്നീട് വിമാനത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വധശ്രമം മാത്രമല്ല, എങ്ങനെയാണ് വന്നത്? എങ്ങനെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ, നമ്മളൊക്കെ കണ്ട വിഷ്വൽസ് അല്ലേ, വീണ ജോർജിന് അടുത്തേക്ക് മുദ്രാവാക്യം വിളിച്ചു വന്നപ്പോഴത്തേക്കും അവരെ ബോധപൂർവം ആയുധം കൊണ്ട് വധിക്കാൻ ശ്രമിച്ചു എന്ന കേസ് കോടതി ചുരുട്ടിക്കൂട്ടി എറിഞ്ഞത് അങ്ങും കണ്ടതാണല്ലോ.
അല്ല ഞാൻ പറയട്ടെ, ഇനി പറഞ്ഞെങ്കിൽ പറഞ്ഞോളൂ, ഇനി പറയാം. അപ്പോൾ ഈ വിമാനം പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ഇത്തരത്തിലുള്ള ഇടങ്ങളിലേക്ക് ഇപ്പം നമ്മളൊരു പൊതുപരിപാടിയിലേക്ക് പോകുമ്പോൾ റോഡുകൾ, അങ്ങനെയുള്ള പല ഇടങ്ങളുണ്ടല്ലോ, പല ഇടങ്ങളിൽ ഉള്ള ഇടപെടലുകളുണ്ടല്ലോ. ആ ഇടപെടലുകളുടെ അതിൻ്റെ മെറിറ്റ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെ, വധശ്രമം അങ്ങനെയുള്ള ആ രീതി, അത്തരം കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം ഈ ജിൻഡോ ജോണൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഈ കോൺഗ്രസ്സുകാരെല്ലാം ഭയങ്കര കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനങ്ങളെല്ലാം എത്ര കൃത്യമായിട്ട് നിലനിന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങളുണ്ടായിരുന്ന ഒരു മുന്നണിയും പാർട്ടിയുമാണെന്നൊക്കെ. ഞാനതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ മർദ്ദക സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പാർട്ടിയും മുന്നണിയുമാണ് UDF എന്നുള്ള കാര്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം, എത്രയോ കാലമായി അറിയാവുന്ന ഈ പറഞ്ഞ പോലുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് ഇപ്പം നിയമസഭയിൽ എത്രയോ നുണകളാണ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നുണകൾ മുഴുവൻ ജനങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ കുറച്ചൊക്കെ ചരിത്രബോധമുള്ള ആളുകളുണ്ട്, കുറച്ചൊക്കെ എന്താ പറയുക, വെളിവുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിവുള്ള യുക്തിബോധമുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ചോദ്യം ജിൻഡോ ചോദിച്ചതും കൂടെ ഞാൻ ചേർത്ത് പറയട്ടെ. എന്തുകൊണ്ടാണ് CPM ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ലാത്തൊരു സംഭവമാണെങ്കിൽ വളരെ കൃത്യമായി മുൻ മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ മടിയിൽ കനമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് CPM മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല? ശ്രീ രാജേഷ് ചെറുപ്പാട്, CPMന്റെ വക്താക്കൾ പല സമയത്ത്, CPMന്റെ നേതാക്കളും വക്താക്കളുമായിട്ടുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പല ചർച്ചകളും ഞാനും കേട്ടിട്ടുള്ളതാണ്. പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ CPM ആരൊക്കെ ചർച്ചയ്ക്ക് വിടണം, എവിടെയൊക്കെ ചർച്ചയ്ക്ക് ഏത് വിഷയങ്ങളിൽ ഇടപെടണം എന്നൊക്കെയുള്ളത് ആ പാർട്ടിയുടെ ആളുകളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായം പറയുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ എന്നെ ഒരു പാർട്ടിയും CPM എന്നെ ഏൽപ്പിച്ചിട്ടുമില്ല. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഒരു സഹയാത്രികൻ എന്നുള്ള നിലയിലും ഒരു CPMൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആ ഐഡിയോളജിയെ, ആ പ്രത്യയശാസ്ത്രത്തോട്, മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള ഒരാളെന്നുള്ള നിലയിലുമാണ് ഞാൻ ഈ വിഷയവുമായിട്ട് പ്രതികരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ CPIMകാരെ എവിടെ ഇരുന്ന് ചാനൽ മുറിയിലിരുന്ന് വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതിൽ ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് എന്നോട് ചോദിച്ചിട്ടും കാര്യമില്ല. അത് അവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു തരുന്നില്ലായിരുന്നു ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ IPC 308 ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എൻ്റെ ഒരു എളിയ ബോധത്തിൽ, ഞാനൊരു നിയമവിദഗ്ധനോ ഒന്നുമല്ല, നിയമത്തെക്കുറിച്ചൊന്നും അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, അവർക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളുടെ, നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൊരു കാര്യം, 308 ഇന്ത്യൻ പീണൽ കോഡിൽ ആ 308 എന്ന് പറയുന്നത് നരഹത്യയോ മറ്റുമാണ്. അപ്പം അത് ഈ നരഹത്യ എന്നൊക്കെയുള്ള രീതിയിൽ കോടതി തന്നെ അത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ കോടതി ശ്രീ സുഭാഷ് ബാബു പറഞ്ഞിട്ടും അങ്ങേക്ക് ബോധ്യപ്പെട്ടു? അല്ല, അത് ബോധ്യപ്പെട്ടു. അത് അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ നരഹത്യ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള കാരണം കോടതി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. സുഭാഷ് ബാബു പറയുന്നത് അദ്ദേഹം ആ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ കോടതി വിധിയുടെ വ്യാഖ്യാനം അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് IPC 308 പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ സവിശേഷമായി, സാന്ദർഭികമായി കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 308 വരുമ്പോഴത്തേനും കോടതി ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിമർശനാത്മകമായിട്ട്. എന്താണ് ഈ നരഹത്യ എന്ന് പറയുന്നത്? ഇങ്ങനെ തലയിൽ അവന് ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ തലയിൽ അടിച്ചിട്ടുണ്ടോ, കൊണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നരഹത്യ എന്ന് പറയുന്ന ഒരു 308 എന്തുകൊണ്ടാണ് പെട്ടെന്ന് കൊണ്ടിട്ടുണ്ട്? CT സ്കാൻ എടുത്തിട്ടുണ്ട്, അതിന്റെ മെഡിക്കൽ ഫോറൻസിക് റിപ്പോർട്ടുകൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് എന്നാന്നറിയോ, നമ്മളിവിടെ നിന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് വിധിന്യായം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ചില ആഖ്യാനങ്ങൾ ഉണ്ടാക്കാനും ചില നിരീക്ഷണങ്ങൾ നടത്താനും നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കൊണ്ടിട്ടുണ്ടാകാം, ഇല്ലാകാം. അതൊക്കെ അവിടെ അല്ല, ഓക്കെ, കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. മാത്രമല്ല ഈ ഇത്തരം വിവരങ്ങൾ മുഴുവൻ ആദ്യം കോടതിയിലേക്ക് കൊടുക്കുന്നതിന് പകരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള നിലയിലല്ല. അപ്പം വലിയ രൂക്ഷമായ വിമർശനം നടത്തുന്നു. എന്താണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ? അതിനുള്ള മറുപടി ജിൻഡോയും ഹരീഷും വളരെ വ്യക്തമായി വിവരങ്ങൾ കിട്ടുന്നത്. ഈ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. മാധ്യമ പ്രവർത്തകർ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഈ മാധ്യമ പ്രവർത്തകരെ മിടുക്കെന്ന് പറയുന്നത് അത്തരം വിവരങ്ങൾ കൊണ്ടുവരുന്നതാണ്.
ഞാൻ ചോദിച്ച ചോദ്യമല്ലത്, ഞാൻ കോടതി ചോദിച്ച ചോദ്യം ഞാൻ ഇത് എടുത്തു പറയുന്നു എന്നുള്ളതാണ്. അല്ല, അതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കാറുള്ളത്. ജിൻഡോയും ഹരീഷും പറഞ്ഞത് അവരുടെ നിരീക്ഷണമാണ്. ഞാൻ പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണം ഞാനിവിടെ എടുത്ത് ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്. കോടതി ചോദിച്ചിരിക്കുന്നു. കോടതി ചോദിച്ചത് എന്താണ്? ഇത്തരം വിവരങ്ങൾ ആദ്യം മാധ്യമങ്ങൾ കൊടുക്കുന്നു, പിന്നീട് കോടതിയിൽ ഇരുവരും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരുവരും പറയേണ്ടത് അവിടെ ഇരുവരും കുഴപ്പമില്ല. പക്ഷെ കോടതിയിൽ SIT യോട് ചോദിക്കുന്നതാണ്. SIT ആണ് അതിന്റെ മറുപടി പറയണം. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇത് നരഹത്യയാണോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിധി അല്ലേ? ഓക്കെ. ശ്രീ സുഭാഷ് ബാബു, നേരത്തെ ഈ പാനലിൽ പലരും പറഞ്ഞതുപോലെ പോലീസ് സംവിധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അങ്ങനെ കാര്യമായ രീതിയിലൊന്നും പരസ്പരം ചതിക്കാത്തതൊക്കെയാണ്. പക്ഷേ ഇത്തവണ കോടതിക്ക് മുന്നിലേക്ക് തങ്ങൾ ഇരയാക്കപ്പെടുമെന്ന് കൃത്യമായി കൃത്യനിർവഹണമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന 2 ഉദ്യോഗസ്ഥർ കരഞ്ഞുകൊണ്ട് SITക്ക് മുന്നിൽ മൊഴി കൊടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു ക്ലെൻസിങ്, ഒരു വൃത്തിയാക്കൽ പ്രോസസ്സിന്റെ എവിടെയെങ്കിലും തുടക്കമാവുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. മുമ്പ് പല കേസുകളിലും അപൂർവമായിട്ട് ഇതേമാതിരി മുമ്പ് കേസ് അന്വേഷണത്തിൽ തമസ്കരിച്ച പല ഉദ്യോഗസ്ഥന്മാർ മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഉദ്യോഗസ്ഥന്മാർ 2 ആളും മൊഴി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രേഡ് SIമാർ, അവർക്ക് വലിയ അധികാരങ്ങളൊന്നും ആ ഓഫീസിലില്ല. അവരവിടുത്തെ ശരിക്ക് അസിസ്റ്റൻറ്റുമാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കുന്നവർക്ക് പ്രത്യേക ഒരു അധികാരക്രമത്തിലുള്ള ഒരു ഫയലുകളും കൈകാര്യം ചെയ്യാനില്ല. ഏതെങ്കിലും ADGPയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഏൽപ്പിക്കുന്ന കാര്യം ചെയ്താൽ മതി. അവരെ സംബന്ധിച്ചുള്ള ഞങ്ങളിങ്ങനെ തിരുത്തപ്പെട്ടത് ADGPയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അവർ മൊഴി കൊടുത്തു. മൊഴി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു സാക്ഷി മൊഴിയുടെ പ്രസക്തിയേ ഉള്ളൂ. ഈ സാക്ഷി മൊഴി കൊടുത്ത ആളുകളെ സംബന്ധിച്ച് അവരെ നമ്മുടെ 164 നിയമപ്രകാരം കോടതി മുമ്പാകെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടെ ആധികാരികതയുണ്ട്. പിൽക്കാലത്ത് അവർ മൊഴി മാറ്റാനുള്ള സാഹചര്യമില്ല. ഇങ്ങനെയുള്ളപ്പോൾ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ രക്ഷാവാദം എന്നുള്ള രീതിയിൽ ഒരു മൊഴി കൊടുത്തിട്ട് തൽക്കാലം സസ്പെൻഷനൊക്കെ ഒഴിവാൻ ചെയ്തു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ അത് മറ്റേതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വിശ്വസനീയമായ സാഹചര്യം വരുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ADGയുടെ ഓഫീസിൽ ഇരുന്ന് ഗ്രേഡ് SI വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DYSP ഫയൽ കൊണ്ട് കൊടുക്കുമോ? ഇല്ല. DYSP ഫയൽ കൊണ്ട് കൊടുത്താൽ DYSPയുടെ ഫയൽ തിരുത്തി അദ്ദേഹം സ്വീകരിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, അതിനകത്ത് അതിൻ്റെ മേലുദ്യോഗസ്ഥനായ അവരെ നിയന്ത്രിച്ചിരുന്ന മേലുദ്യോഗസ്ഥൻ്റെ പങ്കുണ്ട് എന്നുള്ളതുണ്ട്. അതിന് പേര് കൊടുത്തില്ല റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന കാരണമില്ല. പേര് കൊടുക്കണമെങ്കിൽ അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ പേര് കൊടുക്കുകയുള്ളൂ. അതിന് കാരണം ഇത് ഒരു ഭരണപരമായ തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്ന SP ആയാലും ശരി, അദ്ദേഹത്തിന് ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ട് ആർജവത്തോടുകൂടി ഗവൺമെൻറ് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ അത് സംഭവിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പോയിരുന്നു. ദൃശ്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് എല്ലാം പരിചയമുള്ള ജയ്ഹിന്ദ് TVയുടെ റിപ്പോർട്ടർ, വീഡിയോഗ്രാഫർ അത് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ വിളിച്ച് പോലീസ് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ അടുത്തുണ്ട് ഇതാന്ന് വെച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ പലരുടെ അടുത്തുണ്ട്, അവരും പറഞ്ഞു അതും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഈ സാധനം പിന്നീട് വളരെ മാസങ്ങൾക്ക് ശേഷം വിളിച്ചു വരുത്തിയതിന് ശേഷം പഴയ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തന്നെ എടുത്ത് അത് നമ്മുടെ അവിടുത്തെ പരിശോധനയ്ക്ക് അയച്ചിരുന്നത് കൊണ്ടാണ് ഇപ്പം പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നപ്പോൾ അതിൻ്റെ പരിശോധനാ ഫലം കിട്ടിയത്. അതുകൂടാതെ വേറെ ചില ആളുകൾ എടുത്തത് അപ്പോൾ അവരെടുത്തിട്ടുണ്ട്, അത് പരിശോധനാ ഫലത്തിൽ വരും. വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഭയങ്കര ഒരു തെളിവ് അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെ കോടതി ഇതേമാതിരി പറഞ്ഞു ഇത്രയും നാൾ പൊതുമധ്യത്തിലെ കോടതിക്ക് പോലീസിന് പോലും വേണ്ടാതെ പൊതുമധ്യത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എങ്ങനെ പുറത്തുപോയി എന്ന ചോദ്യം പ്രസക്തിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും അത് പ്രസക്തി പോയാൽ തന്നെ വലിയ പ്രസക്തി ഉണ്ട്. ഉറപ്പായിട്ടും ആ ദൃശ്യങ്ങൾ നമ്മളൊക്കെ എത്രയോ തവണ കണ്ടതാണ്. പഴയ നിയമപ്രകാരം എത്രയോ തവണ കണ്ടതാണ്. 20 തവണ കണ്ടിട്ടും ജഡ്ജിക്ക് അതിൽ പ്രത്യേകിച്ച് ആക്രമണത്തിൻ്റെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആക്രമിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇക്കാലത്ത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യാമറകൾ എന്ന് പറയുന്നത് പലപ്പോഴും പറയാറുണ്ട് അതൊരു മൂന്നാം കണ്ണാണ്, അതൊരു മൂന്നാം കണ്ണായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ചില ദൃശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും അറിയേണ്ടത് ഇപ്പോഴുള്ള
രാജഭക്തി കാണിച്ചവരിൽ നിന്ന് അപ്പുറത്തേക്ക് അതിലും വലിയ രാജഭക്തി കാണിച്ചവരിലേക്ക് ഈ അന്വേഷണം എത്തുമോ, ADGPയിലേക്ക് നേരിട്ടെത്തുമോ എന്ന് തന്നെയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ രാജേഷ് ചിറപ്പാട്, ശ്രീ സുഭാഷ് ബാബു. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവും. നന്ദി.